നമസ്കാരം. കേരളത്തിൽ ഏറെ സങ്കീർണതകൾ നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നത്. രണ്ടു വട്ടം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്നിട്ടും 10 വർഷം കൊണ്ട് കേരളത്തിന് 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മാത്രമാണ് ആകെ മിച്ചം എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭരണത്തെക്കുറിച്ച് പറയുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ UDF വീണ്ടും തരംഗമായി പിണറായി വിജയനെ മുച്ചൂടും മുടിച്ച് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുവാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പുതുയുഗയാത്ര നടത്തുന്നു. മിക്കവാറും ഇടങ്ങളിലെല്ലാം കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ആരൊക്കെയായിരിക്കണം സ്ഥാനാർത്ഥികൾ എന്ന് ഓരോരോ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്നാൽ CPM എന്ന ഭരണപക്ഷ പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി വരുന്ന ഈ സാഹചര്യത്തിൽ കണ്ണൂരാണ് CPMന്റെ ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിലാണ് ഇപ്പോൾ വിമതർ തലപൊക്കിയിരിക്കുന്നത്. അതും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയത് മട്ടന്നൂരിൽ നിന്നും KK ശൈലജ ടീച്ചറായിരുന്നു. ശൈലജ ടീച്ചറായിരിക്കും അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ ഒരു ചൊല്ല് അന്ന് കേട്ടിരുന്നു. എന്നാൽ വളരെ തന്ത്രപൂർവ്വം പിണറായി വിജയൻ പഴയ മുഖങ്ങളെയെല്ലാം വെട്ടി ഒതുക്കി മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ മാത്രം പഴയ മന്ത്രിസഭയിൽ നിന്നും മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ബാക്കിയെല്ലാം പുതുമുഖങ്ങളായ മന്ത്രിമാർക്ക് അവസരം നൽകുകയായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ ഇപ്പോൾ കണ്ണൂരിൽ കൃത്യമായി തന്നെ ശക്തമായ നീക്കം പിണറായി വിജയനെതിരെ ഉണ്ടായിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് 2 ടേം പൂർത്തിയാക്കിയ ആളുകളെ ചിലയിടങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ KK ശൈലജ ടീച്ചർക്ക് മട്ടന്നൂരിൽ സീറ്റ് നൽകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന വസ്തുത. ഇതിനെതിരെ അതിശക്തമായി തന്നെ KK ശൈലജ നിലകൊണ്ടിരിക്കുന്നു. മുൻപ് പാർട്ടിയിൽ ഇത്തരം അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്യമായിട്ടുള്ള പ്രചരണങ്ങളോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയാണ് എന്ന് തോന്നുന്ന തരത്തിൽ യാതൊരു പ്രസ്താവനകളും നടത്താത്ത ശൈലജ ടീച്ചർ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയ്ക്കും CPMന്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബിക്കും നേരിട്ട് പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് തന്റെ ശുഭ പ്രതീക്ഷയായ ഷുവർ സീറ്റായ മട്ടന്നൂരിൽ നിന്നും തന്നെ മാറ്റുകയാണെങ്കിൽ സജീവ രാഷ്ട്രീയം തന്നെ താൻ ഉപേക്ഷിക്കും എന്ന് തന്നെയാണ് ശൈലജ ടീച്ചർ താക്കീത് നൽകിയിരിക്കുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം ഭരണവിരുദ്ധ വികാരത്തിൽ വീർപ്പുമുട്ടുമ്പോൾ CPM ജനകീയരായ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാൻ വേണ്ടി ഓടി നടക്കുന്ന അവസരത്തിലാണ് കേരളത്തിൽ ഏറെ ജനകീയമായ ഒരു നേതാവ് എന്നറിയപ്പെടുന്ന CPMന്റെ ലളിതമുഖം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശൈലജ ടീച്ചർക്ക് സീറ്റ് കൊടുക്കാതെ പിണറായി വിജയൻ വെട്ടി ഒതുക്കി മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. മാത്രമല്ല മുൻപേ തന്നെ കോടിയേരി പക്ഷക്കാരൻ എന്ന് പേര് കേട്ടിരുന്ന സ്പീക്കർ ഷംസീറിനും ഇക്കുറി സീറ്റില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള ചില രൂപരേഖയുടെ ഭാഗമായി ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ ശൈലജ ടീച്ചറിന്റെയും സ്പീക്കറിന്റെയും പിണറായി വിജയന്റെയും പേരുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് പിണറായി വിജയന്റെ പേര് പ്രത്യേകം സംസ്ഥാന സമിതിയിൽ എടുത്തു പറയുകയായിരുന്നു. കാരണം ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ പാർട്ടിയെ പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ, അതുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും മത്സരിക്കട്ടെ എന്നൊരു തീരുമാനമെടുക്കുകയായിരുന്നു. അപ്പോഴും KK ശൈലജയെയും സ്പീക്കർ ഷംസീറിനെയും വെട്ടിനിർത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇതിനെതിരെ അതിശക്തമായ വികാരം തന്നെയാണ് കണ്ണൂരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിൽ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് തിരിമറി നടത്തി കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റിയ DI മധുസൂദനൻ MLA അടക്കമുള്ളവർക്കെതിരെ വിമത ശബ്ദം ഉയരുന്നു. കുഞ്ഞികൃഷ്ണൻ നേതൃത്വം ചിന്തിക്കണം എന്നുള്ള തരത്തിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുകയുണ്ടായി. പുസ്തകം പോലും പ്രകാശനം നടത്തുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിൽ CPMന്റെ നല്ലൊരു വിഭാഗം കുഞ്ഞികൃഷ്ണനോടൊപ്പം നിലകൊള്ളുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞികൃഷ്ണൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായോ അതോ UDFന്റെ പിന്തുണയോടുകൂടി മത്സരിക്കും എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതെന്ത് തന്നെയായാലും കണ്ണൂരിൽ രാഷ്ട്രീയം കലാപകലുഷിതമായി മാറുന്ന തരത്തിലേക്ക് മാറുന്നു. കണ്ണൂരിൽ CPMൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷംസീറും KK ശൈലജയും ഇത്തരത്തിൽ മാറി വിമത ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ നിർണായകമായി മാറുന്നു. ഏത് വിധേനയും 3.0 ആവർത്തിച്ച് വീണ്ടും ഭരണം പിടിക്കാനൊരുങ്ങുന്ന പിണറായി വിജയന് ഇത് കനത്ത തിരിച്ചടിയായി മാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KK ശൈലജ ടീച്ചറിന്റെ തീരുമാനത്തോടൊപ്പം PK ശ്രീമതി ടീച്ചറും EP ജയരാജനും ഒന്നു ചേർന്ന് നിൽക്കുമ്പോൾ കണ്ണൂരിൽ പുതിയൊരു വിമത ഗ്രൂപ്പ് രൂപം കൊള്ളുന്നു. അക്ഷരാർത്ഥത്തിൽ അത് പിണറായി വിജയന് നേരെ വരുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ CPM പിണറായി വിജയൻ നയിക്കും എന്നൊക്കെ പറയുമ്പോഴും പിണറായി വിജയന് എതിരെ KK ശൈലജയെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു തരംഗമുണ്ടാക്കുവാൻ വേണ്ടി EP ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ത് തന്നെയായാലും പിണറായി വിജയന്റെ 3.0 തുടർ ഭരണം എന്നുള്ള സ്വപ്നങ്ങൾക്ക് മങ്ങലേൽക്കുന്നു. KK ശൈലജയ്ക്ക് മട്ടന്നൂരിൽ സീറ്റ് കൊടുക്കാതെ പേരാവൂരിൽ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് മത്സരിക്കുന്ന സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ സീറ്റ് കൊടുക്കാം എന്നാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. എന്നാൽ ശൈലജ ടീച്ചർ അതിന് തയ്യാറല്ല. തനിക്ക് മട്ടന്നൂർ തന്നെ മത്സരിക്കാൻ തന്നില്ലെങ്കിൽ താൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറും എന്നാണ് MA ബേബിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കണ്ണൂരിൽ ഇന്നലെ നടന്ന ധനരാജിന്റെ
രക്തസാക്ഷി ഫണ്ടുമായി ഉണ്ടായ ഒരു യോഗത്തിൽ, അതുമായി ചൊല്ലിയുണ്ടായി വിവാദിച്ച് തുടർന്നുണ്ടായ യോഗത്തിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കണം എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ രാകേഷിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തന്നെ അണികൾ എടുത്തു പറയുകയുണ്ടായി. സാധാരണ CPM-ൽ ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാകാറില്ല. എന്താണോ നേതൃത്വം തീരുമാനിക്കുന്നത് അതാണ് നടപ്പാക്കുക. എന്നാൽ കൃത്യമായി തന്നെ വിമതർ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയല്ല, ഒരു വിശദീകരണ യോഗമാവാം അല്ലെങ്കിൽ വിശദീകരണ കുറിപ്പ് ഇറക്കാം എന്ന് പറഞ്ഞപ്പോൾ അതുപോരാ, കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ഞങ്ങൾക്ക് അറിയണം എന്ന് കൃത്യമായി തന്നെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി രാകേഷിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തന്നെ സഖാക്കൾ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ CPM രാഷ്ട്രീയ പൊട്ടിത്തെറിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കഴിയുന്നത്ര സഖാക്കളെ അനുനയിപ്പിച്ച് നിർത്തുവാൻ വേണ്ടി അവരോട് വളരെ പഞ്ചപുച്ഛമടക്കി കാല് പിടിക്കുന്ന രീതിയിൽ തന്നെയാണ് KK രാഗേഷ് പെരുമാറിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രക്തസാക്ഷി ഫണ്ട് വരെ, രക്തസാക്ഷി പാർട്ടിക്ക് വേണ്ടി ജീവിച്ച, പാർട്ടിക്ക് വേണ്ടി മരിച്ച ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് വരെ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ MLA TI മധുസൂദൻ അടക്കമുള്ള ആളുകൾക്കെതിരെ കൃത്യമായി തന്നെ വിമത ശബ്ദം കണ്ണൂരിൽ ഉയർന്നിരിക്കുന്നു. അക്കൂട്ടത്തിലാണ് KK ശൈലജ ടീച്ചർക്കും ഷംസീറിനുമെല്ലാം സീറ്റ് നിഷേധം വരുന്നത്. എന്തായാലും കണ്ണൂർ അക്ഷരാർത്ഥത്തിൽ കലാപകലുഷിതമായി മാറുന്നു. CPM-നകത്ത് പൊട്ടിത്തെറി ഉണ്ടാകുന്നു. പിണറായി വിജയന്റെ 3.0 എന്നുള്ള ആ ഒരു സ്വപ്നം ഏതാണ്ട് നടക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കണ്ണൂരിൽ നിന്നും മാറി മറിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. EP ജയരാജനും PK ശ്രീമതി ടീച്ചറും അടങ്ങുന്ന കണ്ണൂരിലെ വലിയൊരു പറ്റ മുതിർന്ന നേതാക്കൾ PK ശ്രീമതി ടീച്ചറും ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ P ജയരാജൻ അടക്കമുള്ള ആളുകൾ ഷംസീറിനും KK ശൈലജയ്ക്കുമൊപ്പം നിലകൊള്ളുമ്പോൾ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ അവിടെ ദുർബലനാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ നടക്കുക? 3.0 തുടർ ഭരണം എന്നുള്ളത് പിണറായി വിജയന്റെ സ്വപ്നമായി മാറുമോ? അത് സാധാരണ പിണറായി വിജയനെ ഇപ്പോൾ ജനങ്ങൾ കളിയാക്കി പറയുന്നത് പോലെ തുടർഭരണം സ്വാഹ 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 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാൻ കാത്തിരിക്കുക.